നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനും ഏറ്റവും അധികം തിരിച്ചടിയേറ്റ ദിവസം കൂടിയാണിന്ന്. അതായത് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായ ദിവസമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീണ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരാമെന്ന നിർണായകമായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നത്. ആ വിധിക്ക് അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു ഇന്ന്. അതായത് ചൊവ്വാഴ്ച വന്ന വിധി CMRLൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു. EDയുടെ അന്വേഷണം അല്ലെങ്കിൽ EDക്ക് ഇത്തരമൊരു അന്വേഷണം നടത്താനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CMRL ഹർജി നൽകിയിരുന്നത്. ആ ഹർജിയിന്മേലാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. അതായത് EDക്ക് നിർബാധം അന്വേഷണം തുടരാം എന്ന വിധിയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിണറായി വിജയൻ്റെ വീടുകളിലടക്കം റെയ്ഡുകളും മറ്റു പരിശോധനകളും എല്ലാം നടന്നത്. ഈ വിധിക്ക് അപ്പീൽ പോവുകയായിരുന്നു CMRLൻ്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനാണ് നൽകിയത്. ആ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. CMRLൻ്റെ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം. ഈ ഹർജി പരിഗണിച്ച ഉടൻ തന്നെ CMRL ആവശ്യപ്പെട്ടത് അടിയന്തരമായി സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ്. കാരണം ED റെയ്ഡുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. റെയ്ഡുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളും മറ്റ് വിശദ വിവരങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ വിജയൻ്റെ ലോക്കറുകളിലേക്ക് പരിശോധന നീളുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ അന്വേഷണം നിർത്തിവെക്കേണ്ടതുണ്ട്. അതിന് സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്നാണ് വീണ വിജയൻ ഇന്ന് ഹൈക്കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഈ വാദം ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ CMRLൻ്റെ ഹർജി പരിഗണിക്കവേ നിലപാടെടുത്തത്. വിധി പറഞ്ഞിട്ടില്ല, അന്തിമ വിധി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഇത് വീണയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല ഈ വിധിയിന്മേലുള്ള ഏക ആശ്വാസം അല്ലെങ്കിൽ CMRLനെയും വീണ വിജയനെയും സംബന്ധിച്ചിടത്തോളമുള്ള ഏക ആശ്വാസം എന്നത് വെള്ളിയാഴ്ച ഈ കേസ് വിധി പറയാൻ മാറ്റി എന്നുള്ളതാണ്. വെള്ളിയാഴ്ച വിധി പറയുന്നത് വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കരുത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇതുവരെയുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്നത് മാത്രമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമായി വന്നത്. അതായത് വീണ വിജയന് ഏക ആശ്വാസമുള്ള ഹൈക്കോടതി തീരുമാനം വെള്ളിയാഴ്ച ഈ കേസിൽ ഈ ഹർജിയിന്മേൽ വിധി പറയുന്നതുവരെ EDയുടെ തുടർ നടപടികൾ ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ വെള്ളിയാഴ്ചയും വിധി വീണയ്ക്ക് അനുകൂലമാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആ രീതിയിലാണ് ഹൈക്കോടതിയിലെ വാദങ്ങൾ ഇന്ന് ED നിരത്തിയത്. അതായത് EDയുടെ അന്വേഷണം, EDക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. ED അധികാര പരിധി ലംഘിച്ചുകൊണ്ടാണ് ഈ കേസിൽ ഇടപെടുന്നത്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയാണ് CMRL വാദിച്ചത്. പക്ഷേ അതിന് എതിർവാദം ശക്തമായി തന്നെ ED നിരത്തുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന റെയ്ഡുകൾ, ആ റെയ്ഡുകളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, മൊബൈൽ അതുപോലെയുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾ, ഇതിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങൾ, ഇതെല്ലാം തന്നെ കോടതിയിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദത്തിനായി ED നിരത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് സ്റ്റേ ചെയ്യാൻ കഴിയില്ല, അന്വേഷണമൊന്നും സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് ഹൈക്കോടതി എടുത്തത്. പക്ഷേ വെള്ളിയാഴ്ച വിധി പറയുന്നത് വരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വീണ്ടും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമായി മാറുകയാണ്. വെള്ളിയാഴ്ച ഹൈക്കോടതി ED അന്വേഷണത്തിന് പച്ചക്കൊടി കാട്ടിയാൽ തീർച്ചയായും ഇനി ED കടന്നു കയറുക വീണ വിജയൻ്റെ ലോക്കറുകളിലേക്കും അതുപോലെ തന്നെ വീണ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിക്രമത്തിലേക്കുമൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ ED അന്വേഷണം മുന്നോട്ട് പോകാം എന്ന ഒരു വിധി പ്രഖ്യാപിച്ചത്. CMRLൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ആ വിധി പ്രഖ്യാപിച്ചത്. വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ED ടീം പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും വസതികളടക്കം 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ആ റെയ്ഡ് കേരളത്തിൽ വലിയ വിവാദമായി മാറിയിരുന്നു. രാഷ്ട്രീയ പ്രേരിതമായ പരിശോധനയാണിത് എന്നാരോപിച്ചുകൊണ്ട് CPM പ്രവർത്തകർ പ്രതിഷേധത്തിനൊക്കെ രംഗത്തിറങ്ങിയിരുന്നതാണ്. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാർ അഴിഞ്ഞാടിയത് എന്ന് നമ്മൾ കണ്ടു. ED ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുമ്പോൾ അവരുടെ കാറുകൾ ആക്രമിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ പോയി. അതായത് ED ഉദ്യോഗസ്ഥരെ ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുക എന്ന ഒരു രീതിയിലേക്ക് ഈ പ്രതിഷേധ സമരം മാറുകയായിരുന്നു. സമരം അക്രമാസക്തമായി മാറുകയായിരുന്നു. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന 3 കാറുകളും പൂർണ്ണമായി തകർത്തു. മാത്രമല്ല ഈ കാറുകൾക്കകത്തുണ്ടായിരുന്ന കേന്ദ്ര
സേനാംഗങ്ങൾക്കും ED ഉദ്യോഗസ്ഥർക്കുമെല്ലാം പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇങ്ങനെ കേരളത്തെ ഞെട്ടിച്ച അല്ലെങ്കിൽ കേരളത്തെ നാണം കെടുത്തിയ ഒരു സമരമായി ആ സമരം മാറുകയായിരുന്നു. എന്തായാലും അന്ന് തന്നെ CPM നേതാക്കൾ അവകാശപ്പെട്ടത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു റെയ്ഡാണ്. റെയ്ഡിന് ശേഷം ED സംഘത്തിന് ഒന്നും ലഭിച്ചില്ല, അവർ ഒന്നും കിട്ടിയില്ല എന്ന് മഹസർ എഴുതി കൊടുത്തു പോയി എന്നാണ് CPM നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കൃത്യമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, വീണയുടെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്, ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്ന് തന്നെ ED പുറത്തുവിട്ടിരുന്നു. റെയ്ഡുകളിൽ ഒന്നും ലഭിച്ചില്ല എന്ന CPM വാദം പൊളിയുന്നത് തൊട്ടു പിന്നാലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പോലീസ് നടപടി കടുപ്പിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 26 പേരെ ഇതിനോടകം തന്നെ CPM പ്രവർത്തകരെ, കേന്ദ്ര സേനാംഗങ്ങളെയും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസിയായ EDയെയും ആക്രമിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഈ കേസിൽ 100 കണക്കിന് പ്രതികളുണ്ട് എന്നാണ് വിവരം. മറ്റു പ്രതികളെയും പിടികൂടാനുള്ള വലിയ ശ്രമം നടക്കുകയാണ്. നഗരമൊട്ടാകെ പോലീസ് അരിച്ചു പറക്കുകയാണ് എന്ന് തന്നെ പറയണം. ഈ രീതിയിൽ 26 പേർ ഇതിനോടകം തന്നെ CPM പ്രവർത്തകർ അറസ്റ്റിലായി. അവരിൽ 5 പേർ ജാമ്യത്തിന് പോകുമ്പോഴാണ് എത്ര വലിയ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തത് എന്ന് കോടതി വിധിയിലൂടെ കേരളത്തിന് ബോധ്യമാകുന്നത്. അതായത് ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തിനെതിരായ ആക്രമണത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കുന്നതല്ല എന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോടതി വിധി വരുന്നത് അവരെ വീണ്ടും ജയിലിലാക്കുന്നു. ഇത് CPM പ്രവർത്തകർക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഈ അറസ്റ്റിലായ പ്രവർത്തകന്മാരുടെ വീടുകളടക്കം സന്ദർശിച്ച് അവിടെ അന്തരീക്ഷം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അറസ്റ്റിലായ പ്രവർത്തകരുടെ വീടുകളിൽ വലിയ ആശങ്കയാണ്. അവർ എപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയരുകയാണ്. മാത്രമല്ല EDയുടെ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിന് തൃപ്തിയില്ല എന്ന് ED ഹൈക്കോടതി അറിയിച്ചാൽ ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ കേസ് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ മാറ്റുകയാണ് എങ്കിൽ തീർച്ചയായും ഈ പ്രതികളെ അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉള്ള ജയിലുകളിലേക്ക് കൊണ്ടുപോകും എന്നുറപ്പാണ്. അത്രയധികം ആശങ്ക ഈ പറയുന്ന പ്രതികളുടെ വീടുകളിലേക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. EDയെ ആക്രമിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് CPM പ്രവർത്തകർക്ക് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുകയാണ്. എന്നാൽ ഇത്തരം നടപടികൾ ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ആ പ്രസ്താവനകളും നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ വളരെ വിവാദമായ ഒരു റെയ്ഡും മറ്റുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റെയ്ഡിന് ശേഷം നിർണായകമായ വിവരങ്ങൾ കിട്ടിയെന്നും വീണയുടെ ലോക്കറുകൾ പരിശോധിക്കാൻ പോവുകയാണ് എന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. വീണയുടെ ലോക്കറുകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ വീണയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED കടക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം EDയുടെ പരിശോധനാ സമയത്ത് വലിയ പ്രതിഷേധമാണ് പുറത്ത് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തെളിവുകളെല്ലാം വീണ വിജയന് എതിരാണ് എന്ന് സ്ഥാപിക്കാൻ EDക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ED നടപടികൾ അതിവേഗം മുന്നോട്ട് നീക്കുകയായിരുന്നു. ഇതിനിടയിലാണ് EDയെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി CMRL സമർപ്പിച്ച അപ്പീൽ, ആ അപ്പീലിൽ നിർണായകമായ ഒരു കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. ആ കോടതി ഇടപെടലിൽ എത്രയും വേഗം ഈ കേസ് അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി അത് മരവിപ്പിക്കണം, അത് സ്റ്റേ ചെയ്യണം എന്ന ഒരു ആവശ്യം അത് കോടതി അംഗീകരിച്ചില്ല. വീണ വിജയൻ എന്തായാലും കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. വീണ വിജയൻ മാത്രമല്ല, വീണ വിജയനെ രക്ഷിക്കാനായി EDയെ ആക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും ഇപ്പോൾ വലിയ ആശങ്കയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം റെയ്ഡിനിടെ നടന്ന ആക്രമണങ്ങൾ എന്തായാലും വീണയെയും ഈ കേസിൽ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. വീണയെ കസ്റ്റഡിയിലെടുക്കുന്നതിനെതിരെ വീണയുടെ അഭിഭാഷകർ ജാമ്യത്തിന് അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ തേടിയാൽ തീർച്ചയായും അങ്ങനെ ഒരു ഹർജി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം, പ്രതിയെ നേരെ ചൊവ്വേ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം, ഇതെല്ലാം ED കോടതിയിൽ ഒരു വിഷയമാക്കി മാറ്റും. ഇത് EDയെ നിയമപരമായി സഹായിക്കുമെന്നതിനപ്പുറം വീണ വിജയനെയോ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ ഇത് ഒരു തരത്തിലും സഹായിക്കുകയില്ല എന്നുറപ്പാണ്. മാത്രമല്ല വീണ വിജയന്റെ ഈ കേസ് അതിന്മേൽ EDയുടെ നടപടികൾ കടുപ്പിക്കുന്നതോടുകൂടി
പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ രാജിവെക്കണം എന്ന വാർത്തയും അല്ലെങ്കിൽ അങ്ങനെയൊരു ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ അവരോധിച്ചതിൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം അത് സൃഷ്ടിക്കപ്പെടാതെ പോയത് പിണറായി വിജയൻ്റെ പരാജയമാണ്. ആ തുടർഭരണത്തിന് ശ്രമിക്കാതെ പരാജയം സമ്പൂർണ്ണമായി സമ്മതിച്ച് കീഴടങ്ങിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. ശക്തമായ പൊതുജന വികാരം നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. അങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടും പ്രതിപക്ഷ നേതാവായി ഇരുത്തിക്കൊണ്ട് പാർട്ടിയുടെ തകർന്നുപോയ പ്രതിച്ഛായ അത് തകർക്കാനുള്ള ഒരു ശ്രമവും പാർട്ടി നടത്തുന്നില്ല എന്നൊരു വിഭാഗം നേതാക്കളും അതുപോലെ തന്നെ അണികളും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. മകൾക്കെതിരെ ഇങ്ങനെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുടുകുകയും തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വരികയും ചെയ്താൽ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിന് പോലും ഇളക്കം തട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്ന ഇതിനോടകം തന്നെ പാർട്ടിയിൽ തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആ ആവശ്യം എത്രത്തോളം ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമെന്നറിയില്ല. രാഷ്ട്രീയമായി CPM-നെ വല്ലാതെ വലയ്ക്കുകയാണ് ഈ ED അന്വേഷണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതാ ഒരു തിരിച്ചടി കൂടി വീണ വിജയന് നേരിട്ടിരിക്കുന്നു. ED അന്വേഷണത്തിൽ സ്റ്റേ ഇല്ല. പക്ഷേ വെള്ളിയാഴ്ച കോടതി അന്തിമ വിധി പറയും. അന്തിമ വിധിയും വീണ വിജയന് പ്രതികൂലമായിരുന്നാൽ തീർച്ചയായും ഈ കേസിൽ പിണറായി വിജയൻ്റെ എല്ലാ പിടിവള്ളികളും നഷ്ടമാകുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും.